നമസ്തേ. ഇന്ന് നമ്മൾ ഒരു അതിപുരാതനമായ മഹാദേവ ക്ഷേത്ര സന്നിധിയിലാണ് എത്തി നിൽക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ മുല്ലശ്ശേരി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പറമ്പൻതളി ശ്രീ മഹാദേവ ക്ഷേത്രം. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 108 ശിവാലയങ്ങളിൽ ഒന്നാണ് ഈ അതിപുരാതന ക്ഷേത്രം. ഇവിടുത്തെ ശ്രീകോവിലിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ അതിബൃഹത്തായ ശ്രീകോവിലിൽ വലിയ ശിവലിംഗത്തിലാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത്. പിന്നെ വട്ട ശ്രീകോവിലിൽ സ്ഥിതി ചെയ്യുന്ന സുബ്രഹ്മണ്യ പ്രതിഷ്ഠയ്ക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട്. പിന്നെ ഇവിടെ കാണുന്ന ഈ വൃക്ഷങ്ങളെല്ലാം തന്നെ ഭഗവാന്റെ ആ തിരുജടയാണ് എന്നാണ് വിശ്വാസം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ചൈതന്യവത്തായ മഹാദേവ ക്ഷേത്രമാണിത്. നമുക്കിന്ന് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം. അതിനായി ഇവിടെ കുടികൊള്ളുന്ന ആ സർവേശ്വരൻ തന്നെ നമുക്ക് വാക്കുകൾ നൽകി അനുഗ്രഹിക്കട്ടെ. ശിവായ ഗൗരി പദനാരവിന്ദ സൂര്യായ ദക്ഷാധ്വരനാശകായ ശ്രീനീലകണ്ഠായ വിഷധ്വജായ തസ്മൈ ശികാരായ നമഃ ശിവായ. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 22 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായും ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും 9 കിലോമീറ്റർ തെക്ക് ഭാഗത്തായും സ്ഥിതി ചെയ്യുന്ന മുല്ലശ്ശേരി എന്ന അതിമനോഹരമായ ഗ്രാമത്തിലാണ് പറമ്പൻതളി ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രാമത്തിനെ വർണ്ണിക്കുവാൻ വാക്കുകൾ പോരാതെ വരുന്നു എന്നതാണ് സത്യം. നാഗരികതയുടെ യാതൊരു തിരക്കുകളുമില്ലാതെ പച്ചപ്പരവതാനി പുതച്ചു നിൽക്കുന്ന പാടങ്ങളാലും മനോഹരമായ ജലാശയങ്ങളാലുമൊക്കെ സമൃദ്ധമാണ് ഈ ഗ്രാമം. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളരെ ഉയരമേറിയ ഭൂപ്രദേശത്താണ്. വിശാലമായ ഒരു കുന്നിൻ്റെ മുകളിൽ എന്ന് തന്നെ പറയാവുന്നതാണ്. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 108 ശിവാലയങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം 18 തളികളിലും ഉൾപ്പെടുന്നു. അതിവിശാലമായ പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന പറമ്പൻതളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ ആദ്യ കാഴ്ചയിൽ തന്നെ നമ്മുടെ മനസ്സിൽ പതിയുന്നത് അസാധാരണ നിർമ്മിതിയായ ഇവിടുത്തെ അതിബൃഹത്തായ ശ്രീകോവിൽ തന്നെയാണ്. 3 നിലകളിലായി കാണുന്ന ഈ പ്രൗഢഗംഭീരമായ ശ്രീകോവിലിൽ പീഠം ഉൾപ്പെടെ ഏകദേശം 5 അടി ഉയരവും അതിനൊത്ത വണ്ണവുമുള്ള ദിവ്യമായ ശിവലിംഗത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായി കുടികൊള്ളുന്ന മഹാദേവൻ ധ്യാനഭാവത്തിലാണ്. തൻ്റെ ക്രോധം ശമിപ്പിക്കുവാനായി ഈ കുന്നിൻ മുകളിൽ സമുദ്രാഭിമുഖമായി ഏകാന്തത്തിലിരുന്ന് ഭഗവാൻ തപോധ്യാനത്തിൽ മുഴുകി എന്നാണ് സങ്കല്പം. ദക്ഷയാഗം കഴിഞ്ഞു വന്ന് ഇരുന്ന ഇരിപ്പാണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഒരു തപോഭൂമിയുടെ എല്ലാ ചിഹ്നങ്ങളും ഈ ക്ഷേത്രം പങ്കുവെക്കുന്നുമുണ്ട്. മാടം അഥവാ മാളികയിൽ കുടികൊള്ളുന്നതിനാലാവണം ഇവിടെ ഭഗവാനെ മാടത്തിലപ്പൻ എന്നും വിളിക്കുന്നു. ഒരു വൃക്ഷത്തിനൊപ്പം പൊക്കത്തിൽ കുടികൊള്ളുന്ന ശിവപ്രതിഷ്ഠയെ മാടത്തിലപ്പൻ എന്നാണ് പറയുക. പെരുവനം മഹാദേവ ക്ഷേത്രത്തിൽ വ്ലോഗ് ചെയ്തപ്പോൾ അവിടെയും നമ്മൾ മാടത്തിലപ്പനെ ദർശിച്ചിട്ടുണ്ട്. ഇവിടെ ഭഗവാന്റെ ഇടതുവശത്ത് കാണുന്ന 21 പടികൾ കയറിയാണ് നമ്മൾ തിരുമുമ്പിലേക്ക് എത്തുന്നത്. അതീവ അലൗകികമായ ദർശനത്തിനു ശേഷം ഭഗവാന്റെ വലത്തുവശത്ത് കാണുന്ന പടികളിലൂടെയാണ് താഴത്തേക്ക് ഇറങ്ങുന്നത്. ശിവലിംഗത്തിൻ്റെ ആ വലിപ്പം കാരണം മേൽശാന്തി ഇവിടെ നിന്നിട്ടാണ് പൂജകൾ ചെയ്യുന്നത്. ശ്രീകോവിലിന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു ചെറിയ കിളിവാതിൽ തുറന്നു വച്ചിട്ടുണ്ട്. ഇതിലൂടെയാണ് പുറത്തുനിന്നും ഭക്തന്മാർ ശ്രീകോവിലിലെ ആ വിളക്ക് കാണുന്നത്. ബാക്കി എല്ലാ ഭാഗവും അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. പിന്നെ നന്ദികേശ്വര പ്രതിഷ്ഠയും നമസ്കാര മണ്ഡപവും ഇവിടെ ഇല്ല എന്നതും ഒരു പ്രത്യേകതയാണ്. മഹാദേവന്റെ ശ്രീകോവിലിന് മുമ്പിലുള്ള ബലിക്കല്ല് നല്ല വലുതാണ്. ക്ഷേത്രത്തിൻ്റെ ആനപ്പള്ള മാതൃകയിലുള്ള മതിലിൻ്റെ നിർമ്മിതിയും പ്രൗഢഗംഭീരം തന്നെയാണ്. ഈ അത്ഭുത ക്ഷേത്ര സമുച്ചയം മനുഷ്യനിർമ്മിതമല്ല എന്നാണ് വിശ്വാസം.
ഒറ്റ രാത്രി കൊണ്ട് ശിവഭൂതഗണങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വാമിക്കായി പണിതതാണ് ഈ ദിവ്യക്ഷേത്രം, പ്രത്യേകിച്ചും ശിവശ്രീകോവിൽ എന്നാണ് ഐതിഹ്യം. പുലർച്ചെ കോഴി കൂവുന്ന ശബ്ദം കേട്ടപ്പോൾ ഭൂതഗണങ്ങൾ കൊട്ട കമിഴ്ത്തി പെട്ടെന്ന് അപ്രത്യക്ഷരായി എന്നാണ് വിശ്വാസം. അടുത്ത കാലത്ത് വരെ ഇവിടെ കാണപ്പെട്ടിരുന്ന പാറക്കെട്ടുകൾ ഈ മൺകൊട്ട കമിഴ്ത്തിയപ്പോൾ രൂപം പ്രാപിച്ചവയാണെന്ന് പഴമക്കാർ പറയുന്നു. പണ്ടൊരിക്കൽ വില്ലുമംഗലസ്വാമിയാർ ഇവിടെ ദർശനത്തിനായി വന്നപ്പോൾ ഈ പ്രദേശം മുഴുവൻ ധ്യാനനിഷ്ഠനായ മഹാദേവന്റെ തിരുജട വ്യാപിച്ചു കിടക്കുന്നതായി കണ്ടു. അതിനാൽ തന്നെ സ്വാമിയാർ ആ തിരുജട ചെറുതായി ഒന്ന് രണ്ടു വശത്തേക്കും മാറ്റിവെച്ച് മുട്ടിലിഴഞ്ഞിട്ടാണ് ഭഗവാന്റെ തിരുമുമ്പിൽ പോയി ചെന്ന് തൊഴുത് മടങ്ങിപ്പോയത് എന്നാണ് ഐതിഹ്യം. അതിനാൽ തന്നെ ഈ ദിവ്യമായ മണ്ണ് ആരും ഉഴുതുമറിക്കാറില്ല. മാത്രവുമല്ല, ഒരു കിണർ പോലും ഈ ക്ഷേത്രഭൂമിയിൽ ഇല്ല. ഇവിടെ കാണുന്ന എല്ലാ വൃക്ഷങ്ങളും വള്ളിച്ചെടികളും എല്ലാം തന്നെ ആ കൈലാസനാഥൻ്റെ തിരുജടയെ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ തന്നെ ഈ ദിവ്യഭൂമിയും ഈ വൃക്ഷജാലങ്ങളുമെല്ലാം അത്രയും പരിപാവനമായിട്ടാണ് കരുതപ്പെടുന്നത്. ഒരുപാട് ഭൂമി ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു അത്രേ ഇത്. ഈ പ്രദേശം മുഴുവനും ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമി തന്നെയായിരുന്നു. ഇന്നും ഈ ഭാഗത്ത് പല ഭൂമികളുടെയും ക്രയവിക്രയ സമയത്തൊക്കെ അവസാന സമ്മതപത്രത്തിനായിട്ട് ഈ ക്ഷേത്രത്തിനെ സമീപിക്കേണ്ടി വരാറുണ്ടെന്ന് ഇവിടെയുള്ളവർ പറഞ്ഞു കേട്ടു. ആദ്യകാലത്ത് 21 ഇല്ലക്കാരുടെ വകയായിരുന്നു ഈ ക്ഷേത്രം. അവർ പിന്നീട് അവകാശം ആഴുവാഞ്ചേരി തമ്പ്രാക്കളെ ഏൽപ്പിച്ചു. ഇന്നും ക്ഷേത്രത്തിൻ്റെ ഊരാൺമ അവകാശം, അതായത് ക്ഷേത്രം ട്രസ്റ്റി ആഴുവാഞ്ചേരി തമ്പ്രാക്കൾ തന്നെയാണ്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഒരു മേൽനോട്ടവും ക്ഷേത്രത്തിന് മേലുണ്ട്. വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവശ്രീകോവിലിൻ്റെ തീർത്ഥവാരിയുടെ നിർമ്മിതി കാണേണ്ട കാഴ്ച തന്നെയാണ്. അതിഗംഭീരമായ വട്ടശ്രീകോവിലിൽ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ശിവപാർവതി പുത്രനായ വേലായുധനായ സുബ്രഹ്മണ്യസ്വാമി കുടികൊള്ളുന്നത്. ഏകദേശം 6 അടിയോളം ഉയരമുണ്ട് ഇവിടുത്തെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയ്ക്ക്. ദേവകളിൽ വെച്ച് ഏറ്റവും സുന്ദരനായ ദേവസൈന്യാധിപനായ കാർത്തികേയന്റെ ദർശനം അതീവ ചൈതന്യവത്താണ്. പഴനിയിൽ പാതി പറമ്പൻ തളി എന്നൊരു ചൊല്ല് തന്നെയുണ്ടത്രേ. പഴനിയിൽ പോവാൻ പറ്റാത്തവർ ഇവിടെ വന്ന് തൊഴുതാൽ മതി എന്നാണ് വിശ്വാസം. അത്രയും പ്രാധാന്യവും ചൈതന്യവും ഈ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയ്ക്കുണ്ട്. സുബ്രഹ്മണ്യസ്വാമിയുടെ മുമ്പിലും നമസ്കാര മണ്ഡപമില്ല. വലിയ വിശാലമായ തറയാണുള്ളത്. ബലിക്കല്ല് മതിലിന് പുറത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. ശിവപാർവതി പുത്രനായ വിഘ്നേശ്വരനായ ഗണനായകനായ ഗണപതി ഭഗവാൻ വടക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു. വടക്ക് ദർശനമായിട്ടുള്ള ഗണപതി പ്രതിഷ്ഠ അപൂർവമാണ്. ഗണപതി ഭഗവാനെ പ്രദക്ഷിണം ചെയ്യാൻ പറ്റില്ല എന്നതും ഒരു വ്യത്യസ്തതയാണ്. പുറത്ത് ബ്രഹ്മരക്ഷസിന് പ്രതിഷ്ഠയുണ്ട്. പടിഞ്ഞാറോട്ട് ദർശനമായി മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലിൽ ഭഗവതി പ്രതിഷ്ഠയുണ്ട്. തൊട്ടടുത്തായി നാഗപ്രതിഷ്ഠയുമുണ്ട്. ഇനി നമുക്ക് എത്രയോ കൊല്ലങ്ങൾ ഇവിടെ വാഴുന്ന മഹാദേവനെ പൂജിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച മുൻ മേശാന്തിയുടെ വാക്കുകളിലേക്ക് കടക്കാം. ഈ അമ്പലത്തിലെ മുൻമേശാന്തി സുന്ദരമുറാന്തിയാണ്. ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള അവരൊക്കെ പൂജ കഴിച്ചിരുന്നിട്ട് ഞാനും ഇവിടെ ശാന്തി പ്രവൃത്തിയായിട്ട് ഇങ്ങനെ കുറച്ച് കാലം ഉണ്ടായിരുന്നു. 30 കൊല്ലം 40 കൊല്ലത്തോളം ഞാനിവിടെ പൂജ കഴിച്ചു. ക്ഷേത്രത്തിൻ്റെ പഴക്കം എങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ ഭരണാധികാരി ആഴുവാഞ്ചേരി തമ്പ്രാക്കളാണ്. അതിന് മുമ്പ് സാമൂതിരിൻ്റെ രാജവംശത്തിൽ അവരൊക്കെ ഭരിച്ചിരുന്നു എന്നൊക്കെയാണ് ഐതിഹ്യം. പിന്നെ ക്ഷേത്രത്തിൻ്റെ പഴക്കം എത്രയാണെന്നൊന്നും പറയാൻ ആർക്കും പറ്റില്ല. കാരണം കുറേ ഒരു 4000 കൊല്ലം പഴക്കണമെന്നൊക്കെയാണ് പറഞ്ഞത്. ശിലായുഗത്തിൽ ഉണ്ടായിട്ടുള്ള ക്ഷേത്രമാണത്. ഇത് മഹാദേവ ശിവൻ്റെ 108 ശിവാലയങ്ങളിൽ ഒന്നാണ് പറമ്പന്തളി മഹാദേവ ക്ഷേത്രം. ഇവിടുത്തെ പ്രത്യേക വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവരാത്രിയും പിന്നെ ഷഷ്ടി തുലാമാസത്തിലെ സ്കന്ധഷ്ഠിയാണ് തുലാമാസത്തിലെ പ്രധാനമായിട്ടുള്ള ആഘോഷങ്ങൾ. ഷഷ്ടിക്കൊക്കെ അവിടെ ഗംഭീരമായിട്ട് 3-4 പരിസരത്തുള്ള 3-4 പഞ്ചായത്തിൽ നിന്നൊക്കെ കാവടികളൊക്കെ വന്ന് അഭിഷേകങ്ങളൊക്കെ നടത്താറുണ്ട്. ക്ഷേത്രത്തിൻ്റെ താന്ത്രിക അവകാശം മണലൂർ താമരപ്പള്ളി മനക്കാർക്കാണ്.
ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം കൃത്യമായി അറിയുവാൻ സാധിച്ചിട്ടില്ല. അത്രയും പുരാതനമാണെന്ന് കണക്കാക്കുന്നു. കൊല്ലവർഷം 270 ഒരു ശിലാലിഖിതം ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. 900 വർഷങ്ങൾക്ക് മുമ്പ് ഋഷിമാൻ തിരുവടി എന്നൊരു വ്യക്തി ഇവിടെ പുനരുദ്ധാരണം നടത്തിയതിൻ്റെ ശിലാലിഖിതങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. വേറെ കുറച്ച് ശിലാലിഖിതങ്ങൾ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാന തറയിലും വഴിപാട് കൗണ്ടറിൻ്റെ തറയിലും കാണുവാനുണ്ട്. അത് വട്ടെഴുത്ത് ലിപിയേക്കാളും പുരാതനമായ ലിഖിതങ്ങൾ ആയതിനാൽ പുരാവസ്തു ഗവേഷകർക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. ചിലപ്പോൾ ക്ഷേത്ര ചരിത്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ അതിലുണ്ടായിരിക്കാം. ശിവശ്രീകോവിലിൻ്റെ നിർമ്മിതി വെട്ടുകല്ലിലും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാന തറ കരിങ്കല്ലിലുമാണ്. തീർച്ചയായും ചരിത്രാന്വേഷികൾക്ക് ഈ ക്ഷേത്രത്തിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുണ്ട്. ശിവരാത്രിയും തുലാമാസത്തിലെ സ്കന്ദഷഷ്ടിയുമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ. ഇവിടുത്തെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയുടെ പ്രാധാന്യവും അടുത്തെങ്ങും വേറെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ ഇല്ല എന്നതിനാലും ഇവിടുത്തെ ഷഷ്ടി അതിപ്രശസ്തമാണ്. രാവിലെ ക്ഷേത്രനട തുറക്കുന്നതോടെ പൂജകൾക്കും വിവിധ അഭിഷേകങ്ങൾക്കുമായി നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നു. വ്രതാനുഷ്ഠാനങ്ങളോടെ ശൂലധാരികളായ നിരവധി മുരുകഭക്തർ ഉടുക്കുപാട്ടിൻ്റെ ഈണത്തിനൊപ്പം സുബ്രഹ്മണ്യ സ്തുതികളുമായി ഇങ്ങോട്ട് എത്തിച്ചേരുന്നു. ബഹുനില പീലിക്കാവടികളും മുരുകസന്നിധിയിൽ അന്നേ ദിവസം നിറഞ്ഞാടുന്നു. നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളും ഉത്സവാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുകയും ചെയ്യുന്നു. അടുത്തുള്ള ദേശങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ പ്രാദേശിക ഉത്സവ കമ്മിറ്റികൾ ഷഷ്ടി ആഘോഷത്തിൽ പങ്കുചേരുന്നു. അങ്ങനെ ഒരുപാട് ആഘോഷപൂർവമായിട്ടാണ് ഇവിടെ തുലാമാസത്തിലെ സ്കന്ദഷഷ്ടി കൊണ്ടാടാറുള്ളത്. ഇനി ക്ഷേത്രത്തിലെ വഴിപാടുകൾ: 1001 കുടം ധാര, ശംഖാഭിഷേകം, നിരവധി പുഷ്പാഞ്ജലികൾ, പാലഭിഷേകം, പനിനീരഭിഷേകം എന്നു തുടങ്ങി സുബ്രഹ്മണ്യസ്വാമിക്ക് അഭിഷേകങ്ങൾ, പിന്നെ ഭഗവതിക്ക് പൂമൂടൽ, മുട്ടറക്കൽ, പിന്നെ നിരവധി പൂജകൾ എന്നിങ്ങനെ നിരവധി വഴിപാടുകൾ ഇവിടെ ലഭ്യമാണ്. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആ കുളത്തിൻ്റെ സമീപത്തേക്കായിട്ടാണ് പോകുന്നത്. ഒരു കാലത്ത് വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ഒരു ചിറയായിരുന്നു ഇത്. കർക്കിടകം തുലാം മാസങ്ങളിലെ വാവുബലി ചടങ്ങുകളൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെയാണ് നടക്കുന്നത്. ഇന്നിപ്പോൾ ഇത് പായൽ പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. 3 തട്ടുകളായി 1 ഏക്കർ വിസ്താരത്തിൽ കിടക്കുന്ന ഈ കുളത്തിന് ഒരു കാലത്ത് ഈ ക്ഷേത്രത്തിൽ നല്ല പ്രാധാന്യമുണ്ടായിരുന്നു എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. ഈ പുണ്യഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ മനസ്സ് മുഴുവൻ നിറഞ്ഞു നിന്നത് ആ തിരുജടയാണ്. ഭഗീരഥൻ തൻ്റെ പൂർവീകരുടെ ശാപമോക്ഷത്തിനായി ഗംഗാദേവിയെ തപസ് ചെയ്ത് പ്രസാദിപ്പിക്കുന്നു. ഗംഗാദേവി ഈ ലോകത്തിലേക്ക് പതിക്കുമ്പോൾ ആ ശക്തി താങ്ങുവാൻ മഹാദേവനല്ലാതെ മറ്റാർക്കും സാധിക്കില്ല എന്നതിനാൽ ഭഗീരഥൻ മഹാദേവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തുന്നു. അങ്ങനെ ഗംഗാദേവി മഹാശബ്ദത്തോടുകൂടി ശിവനെ കൂടി അങ്ങോട്ട് ഒഴുക്കിക്കളയാം എന്നൊരു തെല്ല് അഹങ്കാരത്തോടുകൂടി ആ ശിവ തിരുജടയിലേക്ക് അങ്ങോട്ട് പതിക്കുന്നു. ഭഗവാന്റെ തിരുജടയിൽ പതിച്ച ഗംഗാദേവി പിന്നെ വഴി കാണാതെ ആ ജടാപടലത്തിലൂടെ അനേകം വർഷം ചുറ്റിത്തിരിഞ്ഞു എന്നൊരു കഥയുണ്ട്. ഗംഗാദേവി പോലും അപ്രത്യക്ഷയായി പോയ ആ തിരുജട വ്യാപിച്ചു കിടന്നിരുന്ന ഈ ഭൂമി സമ്മാനിച്ച ആ ചൈതന്യത്തെക്കുറിച്ച് പറയുവാൻ വാക്കുകളില്ല എന്നതാണ് സത്യം. ചില പുണ്യഭൂമികൾ അങ്ങനെയാണ്. അതിങ്ങനെ ഗാഢമായി നമ്മുടെ അന്തരാത്മാവിനെ തന്നെ അങ്ങോട്ട് സ്വാധീനിക്കുകയാണ് ചെയ്യുക. ശരിക്കും ഇതൊരു വിസ്മയ ഭൂമി തന്നെയാണ്. ഈ ക്ഷേത്ര സമുച്ചയവും ഈ വൃക്ഷജാലങ്ങളും എന്തിന് ഒരു മൺതരി പോലും ഇവിടെ ശിവമയമാണ്. ഈ ഭൂമി നേരിട്ട് കണ്ടില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ്. ആ ധ്യാന നിമഗ്നനായിരിക്കുന്ന പ്രിയപ്പെട്ട കൈലാസനാഥൻ പ്രകാശിക്കുന്ന ഈ ഭൂമി സമ്മാനിച്ച അനുഭവം കാലങ്ങളോളം ഒരു ദിവ്യനിധിയായി ഹൃദയത്തിലിങ്ങനെ ഇരിക്കും എന്നത് തീർച്ചയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പൈതൃക ഭൂമിക്ക് മുമ്പിൽ അനേകം കോടി സാഷ്ടാംഗ പ്രണാമം. സർവത്തിലും നിറഞ്ഞു നിൽക്കുന്ന
പ്രപഞ്ചശക്തിയുടെ ചൈതന്യത്തിൻ്റെ ആ അലൗകിക അനുഭൂതി തന്നെയാണ് ഈ ഭൂമി പ്രവഹിപ്പിക്കുന്നത്. ഞാനും നീയുമില്ല, മറിച്ച് പരബ്രഹ്മസ്വരൂപനായ ശിവനാണ് എല്ലാം എന്ന ജ്ഞാനത്തെ സമ്മാനിച്ച ഈ ദിവ്യഭൂമിയിൽ നിന്നും ഇത്രയും നേരം ഉച്ചരിച്ച എല്ലാ വാക്കുകളും മഹാധ്യാനത്തിൽ മുഴുകി മാടത്തിലപ്പനായി ഇവിടെ പരിലസിക്കുന്ന ആ കൈലാസനാഥൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം നജ സ്തോത്ര ജിഹ്വേ നജ ഘ്രാണനേത്രേ നജ വ്യോമ ഭൂമിർ ന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഏവർക്കും നന്മകളുണ്ടാവട്ടെ. ഓം നമഃ ശിവായ.